അത് ടോവിച്ചേട്ടൻ അഴിഞ്ഞടിച്ചതെന്നാണ് എൻ്റെ ഒരു ടോവിച്ചേട്ടൻ കോസ്റ്റ്യൂം കിട്ടി വന്ന് കണ്ടപ്പോഴേ അടിപൊളി റെഡ് കണ്ണാടി എനിക്ക് സ്പെഷ്യലി ആ കോസ്റ്റ്യൂം ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ ഒരു അസ്തല വിസ്തല പോലീസുകാരെന്നൊക്കെ പറയും ഭയങ്കര സ്വാഗോടെ ടോവിച്ചേട്ടൻ. പിന്നെ ആസ് എ ഫ്രണ്ട്, ആസ് ഡൊമിനിക്സ് ഫ്രണ്ട്, റിയലി വാണ്ടഡ് ദിസ് പടം ടു വർക്ക്. അപ്പം ഞാൻ ഇപ്പം ഡിക്കിയുടെ കാര്യം തന്നെ പറഞ്ഞ പോലെ ടോവിച്ചേട്ടൻ ദുബായിലുണ്ടായിരുന്നു. ദുൽഖർ തന്നെ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്, എന്റെ ഒരു സിനിമ പോലും ഇത്ര ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അത് നല്ല മൊമെന്റ് ആണ്. ഞങ്ങള് ഡിക്കി ഒന്ന് സ്റ്റേജിൽ പറഞ്ഞു നസ്ല എങ്ങോട്ട് നോക്കുന്നു എന്നെയും ചെന്നു ഞങ്ങളെല്ലാം അങ്ങോട്ട് എന്തുവാണ് ഈ ഒരു പറയുന്നത്. ആക്ടർ അപ്പൊ അവന്മാരുടെ ലൈഫിലേക്ക് ചെറിയൊരു ഒന്ന് എന്റർടൈൻ ചെയ്യണം എന്നാണ് നൈജലിലെ ഹാപ്പനിങ്സ് കൊണ്ടുവരുന്ന കുറച്ച് നൈജലാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്രയും റിലയബിൾ ആയിട്ടൊരു ഫ്രണ്ടും അല്ല പുള്ളി. ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. മിസ്സിംഗ് അതെ അതെ. മഞ്ഞുമല കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സിനിമ ലോക്കയാണ്. ഞാനും ചന്തു ഒരു 3 years ആയിട്ടുള്ള 2.5 years ആയിട്ടുള്ള ഒരു ജേണിയാണ്. പിന്നെ അസ്ലനെയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു അരമണിക്കൂറിന്റെ പരിപാടി ഉള്ളായിരുന്നു. ആ കൊച്ചു പതുക്കെ അവളുടെ കണ്ണും തുറക്കുന്നത്, എന്നിട്ട് അത് ഗ്രീൻ ആവുന്നു. ജേക്ക് സേട്ടൻ്റെ ഒരു പൊളി മ്യൂസിക് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ഞാൻ അവിടെ ഞാൻ ഇങ്ങനെ 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 വാ പൊത്തി ഇങ്ങനെ ഇമോഷണലായി. ഇങ്ങനെ ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ വളരെ ബോറായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആനന്ദ് ചന്ദ്രൻ എന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ പ്രേമം അപ്പോഴും കത്തി നിൽക്കുക. എനിക്ക് പ്രേമം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആനന്ദ് ചന്ദ്രൻ വെറുതെ ഒരു സാധാ SLR ക്യാമറയിൽ എൻ്റെ ഓഡിഷൻ എനിക്ക് നെർവസ് ആയി പോയി. എനിക്ക് ആനന്ദത്തിൻ്റെ ശേഷം റോഷൻ അത്യാവശ്യം ലിഫ്റ്റായിരുന്നു. വിശാഖാണെങ്കിലും ഹി ടുക്ക് ടൈം ബട്ട് ഹീസ് ഗെറ്റിംഗ് ദെയർ. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3-4 years അവൻ ഹിന്ദി പ്രൊജക്ട്സ് ചെയ്തു ലിഫ്റ്റ്. തൊമ്മ അത്യാവശ്യം വെയിറ്റ് ചെയ്തു. തമാശ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. നല്ല ക്യാരക്ടറായിരുന്നു. ഒരുപാട് 1-2 ഡയലോഗുകൾ, പക്ഷെ അതൊരു ഭയങ്കര അത് സിംഗ് സൗണ്ട്. എനിക്കൊരു പുതിയ സ്കൂളായിരുന്നു. എന്തോ ഒരു ധൈര്യം എൻ്റെ മനക്കെട്ടി മാത്രമല്ല എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആളെയാണേലും എങ്ങനെയൊക്കെ ആളിയാ. ഞാൻ കോവിഡ് സമയത്ത് ശരിക്കും ആലോചിച്ച് ഒന്ന് നിർത്തിപ്പോയാലും ഭയങ്കര മെൻ്റലി. കാരണം ആ സമയത്ത് ഹൃദയം ചെയ്തു. ഹൃദയം എന്നാലും ഐ ഡോണ്ട് നോ, വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. വെൽക്കം അരുൺ. താങ്ക് യു റാൽഫ്. താങ്ക് യു. ലോകയുടെ ഒരു പോസ്റ്റ് സക്സസ് ടൈമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രീനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ്. ലോകയുടെ ഈ പറഞ്ഞ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ, ആളുകളുടെ റിവ്യൂസ്, തിയറികൾ, ഇതെല്ലാം അതിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ് നമുക്ക് ചുറ്റും നിലവിലുള്ളത്. എല്ലാവരും ഒരു ദിവസം ഒരു തവണയെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിട്ട് ലോകം മാറുന്നുണ്ട്. അരുൺ ആസ് എൻ ആക്ടർ, ആസ് എ പ്രേക്ഷകൻ, ഇപ്പം എന്താ മൂഡ്? വെരി ഹാപ്പി ബ്രദർ. എന്താ പറയുക, ഈ പടം 2021 അരുൺചേട്ടനും ശാന്തിബി എല്ലാം കൂടെ കൺസീവ് ചെയ്തു. ഓഫ് കോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നിമിഷ്. അപ്പം ഞങ്ങളുടെയും ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിളാണ്. അപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ടിന് ജനങ്ങളിങ്ങനെ ഏറ്റെടുത്തത് ഭയങ്കര സന്തോഷമാണ്. ഐ തിങ്ക് 2 പ്രാവശ്യം കൂടുതൽ കാണുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം ഒരു പടം 1-2 തവണ, മാക്സിമം 3. ഞാൻ മഹേഷിൻ്റെ പ്രതികാരം 3 തവണ തിയേറ്ററിൽ കണ്ട പടം. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരു തിയേറ്ററിൽ പടം കണ്ടത് മഹേഷിൻ്റെ പ്രതികാരമാണ്. അപ്പം ഇത് ഡൊമിനിക്കേട്ടനും അല്ലെങ്കിൽ നമുക്കൊക്കെ മെസ്സേജസ് വരണം 4 തവണ കണ്ടു, അല്ലെങ്കിൽ മോർ ദാൻ 4 times കണ്ടു. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ചെയ്തൊരു പരിപാടി വർക്കായി. ആൻഡ് വി ആർ വെരി ഹാപ്പി ആൻഡ് ഇറ്റ്സ് ബിയോണ്ട് വർക്കായി. അപ്പം ഹാപ്പിയാണ്. എനിക്ക് ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ ഓഫ് കോഴ്സ് പ്രൊഡ്യൂസറിന് സന്തോഷം. ഡൊമിനിക്കിൻ്റെ അടുത്ത പരിപാടിക്ക് ഇത് വർക്കായി. കോൺഫിഡൻറ്റോടെ ഇനി മുന്നോട്ട് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസും ആസ് ഫ്രണ്ട്സ് ആൻഡ് ആസ് ഹിസ് എന്താ പറയുക ആസ് എൻ ആക്ടർ ഓൾസോ ഹാപ്പിയാണ്. ഈ പടം റിലീസായി നെക്സ്റ്റ് ഡേ തന്ന ഇൻ്റർവ്യൂവിൽ ഡൊമിനിക് നിമിഷ് സംസാരിക്കും പറഞ്ഞിരുന്നു, നോബഡി എന്നുള്ള ക്യാരക്ടറായിരുന്നു ആദ്യം അരുൺ ചെയ്യാണ്ടിരുന്നത്. അവിടെ നിന്നായിരുന്നു ഒരു ട്രാൻസിഷൻ ഷോട്ട് പോലെ നേരെ ഇങ്ങോട്ടേക്ക് പ്ലേസ്ഡ് ആവുന്നത്. എന്താ ഫസ്റ്റ് ലോകയെ പറ്റി കേൾക്കുന്നത്? എന്താ ഞാൻ ഫസ്റ്റ് അരുൺചേട്ടൻ ഞങ്ങൾക്ക് അരുൺചേട്ടൻ ഒരു പടം ചെയ്യണം എന്ന് ആസ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിക്കോസ് എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കേഴ്സാണ്. ഇപ്പം ലോകയുടെ റിസൾട്ട് അല്ലെങ്കിലും ഐ നോ ഹീസ് എ ഗ്രേറ്റ് ഫിലിം മേക്കർ. എനിക്ക് തരംഗം ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ആസ് എ ഫ്രണ്ട് ഫോർ ഹിസ് ബ്രേക്ക്. അപ്പം പുള്ളിക്ക് സ്റ്റഫ് ഉണ്ടെന്ന് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് അറിയാം. അപ്പം അരുൺചേട്ടൻ 2021 ഇനീഷ്യലി 2020 വേറൊരു പരിപാടി പ്ലാൻ ചെയ്തു, ഒരു ആക്ടറിനടുത്ത് പറയും. പക്ഷേ കോവിഡൊക്കെ കാരണം അത് വർക്കൗട്ടായില്ല. അപ്പം ആ കഥയും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആ പടത്തിൻ്റെ ആസ് എൻ ആക്ടർ അല്ലായിരുന്നു, പക്ഷെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ബ്രദറിനോട് വിളിച്ച് പറഞ്ഞു എന്നെ പൊളി പരിപാടി അറിയോ, ഇത് ചെയ്തതിൻ്റെ ഭാഗ്യം കിടിലും പരിപാടിയാണ്. അപ്പം 2021 വരുമ്പോൾ വേറൊരു സബ്ജക്റ്റ് ഡെവലപ്പ് ആയി, അത് ഓക്കെ ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് കൊള്ളാം, പരിപാടി കൊള്ളാം. അപ്പം പിന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ആർത്തിയുണ്ട് ഇതിൻ്റെ ഭാഗമാവണം എങ്ങനെയും. പക്ഷേ ഓഫ് കോഴ്സ് നമുക്കൊരു ക്രിയേറ്ററിനെ ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട് എനിക്ക് ചോദിക്കാൻ. അപ്പം ഇനീഷ്യലി ഞാൻ ഇല്ലായിരുന്നു, പടത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. ഓഫ് കോഴ്സ് മാർക്കറ്റ് വാല്യൂ എന്താ പറയുക,
കമേഴ്ഷ്യൽ ആസ്പെക്റ്റൊക്കെ ലീഡ് ചെയ്യേണ്ടി വേറെ ആൾക്കാരെ നമുക്ക് അപ്പോൾ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോയത്. ബട്ട് നമുക്ക് പുള്ളി പടം ചെയ്യണമെന്ന് മാത്രമുള്ള ആഗ്രഹം. പിന്നെ ടുവേർഡ്സ് ചെയ്യാൻ അരഞ്ജനം പറഞ്ഞു, എടാ ഒരു ക്യാരക്ടർ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്, നോബഡി എന്നാണ്, നിങ്ങൾക്ക് ഡയലോഗേ ഇല്ല, നീ ചുമ്മാ അവിടെ ഇവിടെ വരുന്നു. ഓക്കെ കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഞാനായിട്ട് എൻ്റെ ഒരു എഫേർട്ട്, ഞാനങ്ങനെ എഫേർട്ടൊന്നും ഇടാറില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഹോം വർക്കിൻ്റെ രീതിയിൽ വളരെ കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അരഞ്ജനോടും ശാന്തിബിയോടൊക്കെ പറയുമായിരുന്നു. പിന്നെ പടം ഷൂട്ട് പൂജയും കഴിഞ്ഞൊരു 10 days കഴിഞ്ഞായിരുന്നു ഷൂട്ട്. ഷൂട്ടിന് ഒരു 3-4 ദിവസം മുമ്പേ അരഞ്ജന പറയടാ ആ പരിപാടി എനിക്ക് വേറെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഓഡിഷൻ, എന്താ പറയുക, ഒരു ടെസ്റ്റ് പോലെ ഷൂട്ട് ചെയ്തു. അപ്പം ഓക്കെ ആയി തോന്നി. പിന്നെ എന്താ എനിക്ക് ഇനീഷ്യലി ഞാൻ അങ്ങനെ എക്സൈറ്റഡോ ഹാപ്പി ഒന്നും ഇല്ലായിരുന്നു ഈ നൈജർ എന്ന ക്യാരക്ടർ കിട്ടിയപ്പോൾ. ഓഫ് കോഴ്സ് ഐ എം താങ്ക്ഫുൾ. എന്നാലും ഞാൻ നോബഡിക്ക് വേണ്ടി കുറേ പണിയെടുത്തില്ല, മൈൻഡ് അങ്ങനെ സെറ്റായി. പിന്നെ എന്താ പറയുക, ഒത്തു വന്നു, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൽ രസമായി തോന്നിയത് അരുണിൻ്റെ മൊത്തം ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എനർജിയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ലെയറുകളുള്ളൊരു ക്യാരക്ടർ വേറെ കണ്ടിട്ടില്ല. ഇയാളുടെ ഈ പറഞ്ഞ ഭയങ്കര പാർട്ടി ചെയ്യുന്ന ഇയാളുടെ യൂണിവേഴ്സ് തന്നെ വേറെ ഏതോ യൂണിവേഴ്സ് ആണെന്ന് തോന്നുന്ന പോലെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആളുകൾ അരുണിനെ സ്ക്രീനിൽ കാണുന്നത് ഈ ബിയർ ബോട്ടിലും പിടിച്ച് നിൽക്കുന്നിടത്താണല്ലോ. ഒരു തരം നമ്മൾ ഇതിനു മുന്നേ അരുൺ കുര്യൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ല. ഈ പരിചയമല്ലാത്ത സിറ്റുവേഷൻ, മേ ബി സ്ക്രീനിൽ നമുക്ക് പരിചയമില്ലാത്ത സിറ്റുവേഷൻ ആണ്, അവിടെ അരുൺ ഒരു ക്യാരക്ടറായി പ്ലേസ്ഡ് ആവുന്നു. അവിടെ നിങ്ങൾ 3 പേരുള്ള ഒരുമിച്ചുള്ള ഈ റാപ്പോ വർക്കൗട്ട് ചെയ്യണം. ഈ പറഞ്ഞ നിങ്ങളുടെ ഈ നടക്കുന്ന തെലുങ്ക് സംസാരിക്കുന്ന ഫിക്ഷണൽ ലാൻഡിൽ നിങ്ങൾ അവിടുത്തെ എല്ലാ തരത്തിലുള്ള അലമ്പും ആഘോഷവും എല്ലാം എൻജോയ് ചെയ്യുന്നവരാവണം. ഈ ഫസ്റ്റ് ഡേ ലൊക്കേഷൻ, ഇതിൻ്റെ ഒരു ഷൂട്ട് തീരുന്ന സമയം ഫൈനലി സ്ക്രീനിൽ കാണുന്നത് എന്തായിരുന്നു? എന്താ പറയുക, ഇപ്പോൾ റാൽഫ് പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഹ്യൂമർ അല്ലെങ്കിൽ അഴിഞ്ഞു വിട്ട ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു ടീസർ പോലെ ഞാൻ മീനവിൽ എന്നൊരു വെബ് സീരീസ് ചെയ്യായിരുന്നു 2019. അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഡൊമിനിക് അരുണാണ്, ശാന്തിബി എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അർച്ചന കവിയുടെ പരിപാടി, അഭിഷേക് എന്ന് പറഞ്ഞ് അരുൺചേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, ഡയറക്റ്റ് ചെയ്ത് തരംഗത്തിലൊക്കെ വർക്ക് ചെയ്ത് അഭിഷേക്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ ഹ്യൂമർ പരിപാടി പിടിച്ച്, അപ്പം അർജുനൻ അറിയാം എനിക്ക് പറ്റും എന്നുള്ളൊരു പരിപാടി. പക്ഷേ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് എന്താ പറയുക, പിന്നെ ഞാൻ പരിപാടി എൻജോയ് ചെയ്തത്. പിന്നെ എനിക്ക് ഈ കംഫർട്ട് ഉള്ളതുകൊണ്ടാണ്, എനിക്ക് ഡയറക്ടറിനെ അറിയാം, DOPനെ അറിയാം, റൈറ്റേഴ്സിനെ അറിയാം. അതുകൊണ്ട് ഐ വാസ് വെരി കംഫർട്ടബിൾ. അതൊരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ സണ്ണിയുടെയും വേണുവിൻ്റെയും ബോറിങ് ലൈഫിലേക്ക്, ബോറിങ് അല്ല, ഐ വോണ്ട് സേ ബോറിങ്, അവർ എന്നാലും ഇച്ചിരി എയിംലെസ് ആണ്. അവരുടെ അങ്ങനെ എന്ത് ചെയ്യണം, സണ്ണി ഹയർ സ്റ്റഡീസിന് പോകണം, UK പോകണം, അല്ലെങ്കിൽ അബ്രോഡ് പോകണം എന്ന് അന്നബേൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട്. എന്താ വേണുവാണേലും അത്യാവശ്യം എന്താ പറയുക, ഡോക്ടർ പാസ്സായിട്ടില്ല, എന്നാലും ഇച്ചിരി ഉഴപ്പ്. അപ്പോൾ അവന്മാരുടെ ലൈഫിലേക്ക് ചെറിയൊരു ഒന്ന് എൻ്റർടൈൻ ചെയ്യണം എന്നാണ് കുറച്ച് നൈജിലാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്രയും റിലയബിൾ ആയിട്ടൊരു ഫ്രണ്ടും അല്ല പുള്ളി, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അതെ, അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ, പിന്നെ ചന്തുവിനെ എനിക്ക് പേഴ്സണലി നല്ലപോലെ അറിയാം, 2-3 വർഷമായി മഞ്ഞുമൽ. അപ്പം ഞങ്ങൾ ഇപ്പോൾ എൻ്റെ മഞ്ഞുമൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സിനിമ ലോക്കയാണ്. അപ്പം ഞാനും ചന്തു ഒരു 3 years 2.5 years ആയിട്ടുള്ളൊരു ജേണിയാണ്. പിന്നെ അസ്ലിനെയും കൂടെ കണക്ട് ചെയ്യാൻ മതി, അതൊരു 1/2 മണിക്കൂറിൻ്റെ പരിപാടിയുള്ളായിരുന്നു. 3 പേരും കണക്റ്റായി. പിന്നെ കല്യാണിയും ഞാനും ഹൃദയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻ ഒരുപാടൊന്നുമില്ലായിരുന്നു, എന്നാലും ഇച്ചിരി കൂടെ ക്ലോസ് ആയ ഇതിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു റാൽഫ്. എന്താ പറയുക, നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ഞങ്ങൾ തമ്മിലുള്ളൊരു എനർജി അത് ഭയങ്കര പൊളിയായിരുന്നു. എല്ലാവർക്കും ഈ പടം ഒന്ന് വർക്കാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആ എനർജിയും ആ ഒരു എന്താ പറയുക, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും കാരണം തോന്നും. പിന്നെ ഓഫ് കോഴ്സ് ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നു ഇപ്പോൾ പടം ഇവിടെ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഡേ പടം കണ്ടപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. എന്താ പറയുക, ഞാൻ ആ ഇൻ്റർവെൽ ബ്ലോക്കിലെ കുഞ്ഞ് എന്താ പറയുക, ദുർഗ പുള്ളിയുടെ മേകൾ, ആ മറ്റേ കോ ആക്ടറിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ കണ്ണ് ഒന്ന് മാറുന്ന ഷോട്ടുണ്ട്. അവിടെ ഞങ്ങളത് വിഷ്വൽ എന്നെ അരുൺചേട്ടൻ ഞങ്ങൾ എഡിറ്റിൽ അത് കാണിക്കുന്നുണ്ട്. ഈ സീൻ ഞങ്ങൾ കണ്ടില്ല. ദുർഗ ഓടുന്നു, പട്ടിയുടെ കൂടെ ഓടുന്നു, ഫോറസ്റ്റ് ഷോട്ട്സ് നിമിഷം അരുൺചേട്ടൻ ഒക്കെ കാണിക്കുന്നു. നമ്മൾ നല്ല കൊള്ളാം, ബിസിനസ് കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൊള്ളാം പരിപാടി എന്ന് തോന്നി. പക്ഷേ ഈ ഷോട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഫുള്ളായിട്ട്. ഐ വെയിറ്റഡ് ഫോർ ദ തിയേറ്റർ റിലീസ്. ഇത് കണ്ടപ്പോൾ ഞാൻ സ്റ്റെപ്പിലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി. കാരണം ഇതിൻ്റെ അത് എനിക്ക് ഭയങ്കര ആ ഷോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ കൊച്ചു പതുക്കെ അവളുടെ കണ്ണും തുറക്കുന്നത്, എന്നിട്ട് അത് ഗ്രീൻ ആവുന്നു.
ജേക്ക് സേട്ടൻ്റെ ഒരു പോളി മ്യൂസിക്കും എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും കൂസുണ്ട് എനിക്ക്. ഞാൻ അവിടെ ഞാൻ ഇങ്ങനെ 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 വാ പൊത്തി ഇങ്ങനെ ഇമോഷണലായി ഞാൻ ഇങ്ങനെ വാട്ട് ഹാവ് വി മെയ്ഡ് എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ അടിച്ചു. ഐ നോട്ട് ഹൈപ്പിംഗ് ഇറ്റ് അപ്പ് ബട്ട് ഐ പേഴ്സണലി ഐ എൻജോയ് ഇറ്റ്. അപ്പം ആ സീനിൽ എനിക്ക് ആ ഷോട്ടിൽ എന്തോ എനിക്ക് ഫീൽ ചെയ്തു, ക്രാക്ക് ചെയ്തു. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്കിൽ പുള്ളിയുടെ റിവീലിംഗ് ക്യാരക്ടറിൻ്റെ പേര് പറയുന്നു, അവിടെ ഓക്കെ വർക്ക്. പിന്നെ പക്ഷെ എന്നാലും എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഇല്ല. അന്ന് ഭയങ്കര മഴയായിരുന്നു. എനിക്ക് അനാവശ്യമായി ടെൻഷനൊക്കെ ആയിരുന്നു, മഴ കാരണം ഇനിയും പടം കാണാൻ ആൾക്കാർ വരാതിരിക്കുമോ. ശാന്തിപ്പിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ അനാവശ്യമായി എനിക്കൊന്ന്, ഞങ്ങൾ തലേദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല നേരവന്. കാരണം വി ന്യൂ വി ആർ മേക്കിംഗ് എ ന്യൂ പ്രൊഡക്റ്റ് ഫോർ കേരള, ഫോർ മലയാളം സിനിമ. സോ ഓൾസോ ഇറ്റ്സ് ആംബിഷ്യസ്, ഇറ്റ്സ് അടിപൊളി. എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ഫൈനലി ഹാപ്പിയാണ്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറയുമ്പോഴും അരുൺ ഇവിടെ ഇരിക്കുമ്പോഴും ആദ്യം കണക്ട് ചെയ്യുന്ന ഉറപ്പായിട്ടും ആനന്ദമായിട്ടാണ്. കരിയറിലെ ഫസ്റ്റ് സിനിമയാണല്ലോ. അവിടെ ഇങ്ങോട്ടേക്ക് 14 സിനിമകൾ, ലോക 14th പടം എന്ന് തോന്നുന്നു, 14th ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നീണ്ട ജേണി. ഈ വർഷങ്ങളുടെ എണ്ണം നോക്കിയാലും സിനിമകളുടെ എണ്ണം കുറവാണ്. ഇതിലൊരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സിനിമ തേടി പിടിച്ച് അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല അരുണെ. ഈ പറഞ്ഞ സ്പെസിഫിക് ഇൻ്റർവെൽസിൽ ഗ്യാപ്പുകളിലൊക്കെയാണ് നമ്മൾ അരുണിൻ്റെ ഒരു സാന്നിധ്യം ഇൻഡസ്ട്രി കാണുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ സിനിമയെ കുറിച്ചാണ്, ആനന്ദം. ഗണേഷ് സംവിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ടീം അവിടെയും എല്ലാ തവണയും ഈ ടീമിന്റെ പാർട്ടാകുമ്പോൾ അവിടെ ഭയങ്കര രസമായിട്ട് ഈ ഗീവ് ആൻഡ് ടേക്കുകള് എക്സിസ്റ്റൻസ് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് പ്രൂവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ആനന്ദം ശരിക്ക് എങ്ങനെയാണ് അരുണിലോട്ട് എത്തുന്നത്, അരുൺ അങ്ങോട്ട് എത്തുന്നതാണോ? ഫസ്റ്റ് മൂവി, ഫസ്റ്റ് സ്ക്രീൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ റാൽഫിനെ പോലും ഞാനൊരു സിനിമാ ഭ്രാന്തനാണ് പണ്ട് പോലെ, കൊച്ചിലെ പോലെ. അപ്പം ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ അത്ര നല്ലൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ നല്ലതായിരുന്നു. പക്ഷേ ബോംബെയിലായിരുന്നു ഞാൻ പഠിക്കാൻ പോയതാണ്, വിസ്ലിംഗ് വുഡ്സ് എന്ന് പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ MBA പഠിച്ചിട്ട് മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ്, അത് ഇന്ത്യയിൽ 3 4 കോളേജിലേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടുകാരോട് ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടി MBA പഠിക്കാൻ പോകുന്നു പറഞ്ഞ് അങ്ങനെ പോയതൊന്ന് ചാടാൻ വേണ്ടി. ബേസിക്കലി സിനിമയിൽ കയറണം, വേറെ വഴിയില്ല, അല്ലെങ്കിൽ FTI പോകണം. അതിനുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എനിക്കില്ല. അപ്പം എന്താ പറയുക, അങ്ങനെ AD ജോബായിട്ട് ബോംബെ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ എനിക്ക് അപ്പോഴും ബോംബെയിലായിരുന്നു ആഡ്സിലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഇൻഡിപെൻഡൻറ്റ് പടം ചെയ്തു, അത് ഇറങ്ങിയിട്ടില്ല. അപ്പം ചില ആഡ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയും മലയാള സിനിമയിൽ അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് അവിടെ ബോംബെയിലും ഹിന്ദിക്കാരാണെങ്കിലും നോൺ മലയാളീസ് ആണെങ്കിലും മലയാളീസ് ആണ് അവർ ഐ വോണ്ട് ഗോ ടു കേരള, ബിക്കോസ് എനിക്ക് കൊച്ചിലെ മലയാള സിനിമ ഏറ്റവും ഇഷ്ടം. അതൊന്നും പറയാനില്ല. ഇപ്പം ഫ്രം ഞാൻ കൊച്ചിലെ അപ്പം എങ്ങനെയും നാട്ടിൽ വരണം, ഒന്ന് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇത് ഇങ്ങോട്ട് കയറുന്നത്. പിന്നെ ആ സമയത്ത് ഈ നേരം ഇറങ്ങിയായിരുന്നു. നേരത്തിൻ്റെ DOP ആനന്ദ് സി ചന്ദ്രൻ, ആനന്ദേട്ടനും ഞാനും ഒരേ ഏജാണ്. അപ്പോൾ ആ സമയത്ത് നേരം ഹി വാസ് 21 or 22 years വെൻ ഹി ഷോട്ട് നേരം. അപ്പോൾ ഞാൻ ആനന്ദേട്ടനെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, ഹലോ എൻ്റെ പേര് അരുൺ, ഞാൻ ബോംബെയിലാണ്, ഞാൻ അടിപൊളി 21 years നിങ്ങളൊരു പടം ചെയ്തു, നിവിൻ പോളി കിടിലം പിസ്തയൊക്കെ ഭയങ്കര തരംഗമായിരുന്നല്ലോ. ഞാൻ ആനന്ദേട്ടനോട് ഞാൻ ഫേസ്ബുക്ക് കണക്ട് ചെയ്തു, താങ്ക്സ് മാൻ, ഞങ്ങൾ ബോംബെ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ മെരി ക്രിസ്മസ്, ഹാപ്പി ഓണം, അങ്ങനെ ആ പരിപാടി, ഹാപ്പി ബർത്ത്ഡേ, അങ്ങനത്തെ ഒരു ബന്ധം ഫേസ്ബുക്കിൽ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഓഡിഷൻ ബാംഗ്ലൂർ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ആ സമയത്ത് ഞാൻ AD ജോബൊക്കെ വിട്ട് ബോംബെ വിട്ട് നാട്ടിൽ വരാനുള്ള പ്ലാൻ, എനിക്ക് ബോംബെ മടുത്തിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അപ്പോൾ ആനന്ദേട്ടൻ എനിക്കറിയാമല്ലോ, ആനന്ദ് സി ചന്ദ്രൻ. അപ്പോൾ പ്രേമം കഴിഞ്ഞിട്ട് ആനന്ദ് സി ചന്ദ്രൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഓഡിഷനൊക്കെ. അപ്പോൾ ഞാൻ പുള്ളി മെസ്സേജ്, ചേട്ടാ ഇങ്ങനെ ഒരു പടത്തിന് നടക്കുന്നുണ്ട്, എനിക്കൊരു AD ആയിട്ട് അപ്ലൈ ചെയ്ത് കൊള്ളാമെന്നുണ്ട്, എനിക്ക് മലയാള സിനിമ എങ്ങനെയും കയറും, പിന്നെ ഐ റിയലി ലൈക്ക് യുവർ വർക്ക്, ഐ എം പ്രിറ്റി ഷുവർ, നല്ല പരിപാടി. അപ്പം ഹീസ് ലൈക്ക്, ഞങ്ങൾ ADs എല്ലാം ഫുള്ളാണ്, പുതിയ പടമാണ്, പുതിയ ടീമാണ് ഇൻക്ലൂഡിങ് ദ ഡയറക്ടർ, ഞങ്ങളൊരു ആക്ടറിനെ നോക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ എനിക്ക് ഈ ഫ്ലയർ അയച്ചു തന്നു, ഒരു ലുക്കിംഗ് ഫോർ ദിസ് ഇങ്ങനെ. ഞാനപ്പോൾ ആലോചിച്ച്, കുന്തം എനിക്ക് ഉള്ളിൽ അഭിനയിക്കണമെന്നുണ്ട്. ഞാൻ ഈ AD ജോബ് തന്നെ ചൂസ് ചെയ്ത് വേറെ സർവൈവലിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പോയി താടിയൊക്കെ ട്രിം ചെയ്ത്, എനിക്ക് ചെറിയൊരു ബേബി ഫേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് 18 to 21 years old ബോയിനെ നോക്കുന്നത്. അപ്പോൾ ഞാൻ പോയി താടിയൊക്കെ ട്രിം ചെയ്ത് പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ DSLR, അനീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ DSLR എടുത്ത് ഫോട്ടോസ് അയച്ചു, ഗണേശനെ വിളിച്ചു, ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ വളരെ ബോറായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആനന്ദ് സി ചന്ദ്രൻ എന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ പ്രേമം അപ്പോഴും കത്തി നിൽക്കുക. എനിക്ക് പ്രേമം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആനന്ദ് സി ചന്ദ്രൻ വെറുതെ ഒരു സാധാ SLR ക്യാമറയിൽ എൻ്റെ ഓഡിഷൻ, എനിക്ക് നെർവസ് ആയി പോയി. പക്ഷേ അത് ഭയങ്കര ബോർ ഓഡിഷനായിരുന്നു. എന്നാലും ഞാനൊരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഗണേശനോട് ചാൻസ് ചോദിച്ചു, അതേ അന്ന് ബോറായി, എനിക്ക് ഒരു ചാൻസ് കൂടെ തരുമോ? പുള്ളി വരാൻ പറഞ്ഞു. വന്നപ്പോൾ പുള്ളിക്ക് എന്നെ എന്തോ വർക്കായി, ഡയലോഗ് ഡെലിവറി ഒക്കെ ബോറാണ്, പക്ഷേ പുള്ളിക്ക് എന്തോ എൻ്റെ ഫീച്ചേഴ്സ് വർക്കായി ക്യാരക്ടറിന്.
അങ്ങനെ സെറ്റായി ആനന്ദത്തിൽ കയറി. ആ ഓഡിഷൻ ബോറായിരുന്നു സെക്കൻഡ് റൗണ്ട്, പക്ഷേ എങ്ങനെയോ തേർഡ് റൗണ്ട് എന്നോട് ഒന്നുകൂടെ ചെയ്യിപ്പിച്ചു, അത് വർക്കായി, അങ്ങനെ കയറി. ലോകയുടെ ഒരു പോസ്റ്റ് റിലീസ് സക്സസ്സിൽ വന്ന ഭയങ്കര രസമുള്ള ഒരു പോസ്റ്റും ആയിരുന്നു ഈ ആനന്ദം ബോയ്സ് ഇപ്പോൾ തരംഗമാവുന്നത്. ഇപ്പൊ അരുണിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ വിശാഖിനെ പറ്റി സംസാരിക്കുന്നു, റോഷൻ ഉണ്ട്, തോമസ് ഉണ്ട്. ഈ വർഷം ട്രെൻഡിങ് ആയവരിൽ നിങ്ങളുണ്ടെന്ന് ആ പോസ്റ്റ് കണ്ടിരുന്നോ? യെസ്, ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ ലോകയുടെ ഇനീഷ്യൽ പ്രൊമോഷൻ പടം ഇറങ്ങുന്നതിന് മുമ്പേ ചന്തു എന്നോട് ഇത് പറഞ്ഞായിരുന്നു, കുര്യ ഇപ്പോൾ ഈ വർഷം ആനന്ദം ബോയ്സിൻ്റെയാണ്. അതിന് മുമ്പേ ഞാൻ ആക്ച്വലി ആലോചിച്ചിരുന്നു തുടരും കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, ഐ വാണ്ട് ഓൾ മൈ ഫ്രണ്ട്സ് ടു സക്സീഡ്. അതിപ്പം ആനന്ദമാണെങ്കിലും ഏതാണെങ്കിലും അതെനിക്കൊരു ഇൻബിൽട്ട് ക്വാളിറ്റി ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ആരാണേലും, ലൈക്ക് നമ്മളിപ്പോൾ റാൽഫിന് പടം ചെയ്യണമെങ്കിൽ ഐ വാണ്ട് യു ടു സക്സീഡ്. അപ്പം ലൈക്ക് എനിക്ക് ആനന്ദത്തിൻ്റെ ശേഷം റോഷൻ അത്യാവശ്യം ലിഫ്റ്റായിരുന്നു. വിശാഖാണെങ്കിലും ഹി ടുക്ക് ടൈം ബട്ട് ഹീസ് ഗെറ്റിംഗ് ദെയർ എന്ന്. പക്ഷേ ഈ കഴിഞ്ഞ 3-4 ഇയേഴ്സ് അവൻ ഹിന്ദി പ്രൊജക്ട്സ് ചെയ്തു ലിഫ്റ്റായി. തൊമ്മ അത്യാവശ്യം വെയിറ്റ് ചെയ്തു. അവൻ കുറേ ഒരു പടം ഓണായി, പക്ഷേ അത് ക്യാൻസലായി. പിന്നെ അവൻ ഭയങ്കര പെർസിസ്റ്റൻ്റ് ആണ്. എന്താ പറയുക, സോള് ബിജോയ് നമ്പ്യാറിനെ വലിയ ലോങ് ടെക്സ്റ്റ് വെച്ച് സോളോയിൽ അവൻ മുടി ഷേവ് ചെയ്തു, ബോഡി ഷേപ്പ് ചെയ്തു. അവൻ സോളോ അല്ലേ, സോറി പോർ. അപ്പം അങ്ങനെ ബിജോയ് നമ്പ്യാർ പുള്ളിക്ക് ഒരു ചാൻസ് കൊടുത്തു, പുള്ളി അവർ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ തുടരുമ്പോൾ അവനെ കാശ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ ഇതുണ്ടായിരുന്നു. പിന്നെ അനാർക്കലി ഈസ് ഡൂയിങ് പ്രിറ്റി വെൽ. അപ്പോൾ അവളിപ്പം അരുൺ ചന്ദുയുടെ പടത്തിൽ ഗഗനചാരി, അത് മാത്രമല്ല കുറേ പടങ്ങൾ ഇപ്പം അൽത്താഫിക്കായിട്ട് പടം ചെയ്യുന്നു. സിംഗറായിട്ട് അവൾ ലൈം ലൈറ്റിലുണ്ട്. സിദ്ധി മാത്രമേ ഉള്ളൂ, ഷീസ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്. അവൾക്ക് സിനിമ പണ്ടേ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ അവളുടെ പേരൻസും ഫാമിലി മൊത്തത്തിൽ ഒരു ബിസിനസ് കോർപ്പറേറ്റ് പരിപാടിയായിട്ട്. പിന്നെ അന്നു ഒരു വേറൊരു ലൈനിലേക്ക് പൂക്കാലത്തിലുണ്ടായിരുന്നു. പിന്നെ ഷീ ലവ്സ് യോഗ, കളരി. അപ്പോൾ അവൾ യോഗ പ്രാക്ടീഷണർ കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾ ആ മീൻ ടൈമിൽ വേറെ ഒരു പരിപാടി ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ. അപ്പം ഞങ്ങളുടെ അപ്പോൾ ഈ ഗ്രോത്ത് കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഈ പോസ്റ്റ് കഴിഞ്ഞ് 3-4 ദിവസമായിട്ട് ആരാണ്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു, അവരും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു. വി ജസ്റ്റ് എന്താ പറയുക, ആസ് ആക്ടേഴ്സ് വി വോണ്ട് ടു ബി സക്സസ്ഫുൾ. ആൻഡ് പിന്നെ റാൽഫ് വേറെ എന്തോ ചോദിച്ചത്, ഞാൻ ഉത്തരം പറഞ്ഞില്ലെന്നു. ഇല്ല, ഇവരുടെ ഫസ്റ്റ് സിനിമ മുതലുള്ള ജേണി സംസാരിക്കുകയായിരുന്നു. എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത് ഇപ്പോൾ ആനന്ദം കഴിഞ്ഞ് അളി സത്യം പറയാം, എൻ്റെ അമ്മയൊക്കെ ആയിട്ട് നീ എന്തൊരു രജനീകാന്ത്, നീ വല്ലപ്പോഴും പടം ചെയ്യുന്നുള്ളൂ അറിഞ്ഞുകൊണ്ടല്ലേ. എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ ഓഫേഴ്സ് വന്നിരുന്നില്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. അപ്പം പക്ഷേ പക്ഷേ ഐ നീഡ് ടു ടേക്ക് സംതിങ് ഹോം. ആസ് ഇൻ ഇപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും ചീത്ത സ്ക്രിപ്റ്റ് ആണെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് ജഡ്ജ്മെൻ്റ് ഇല്ല. എന്നാലും ഒരു ബേസിക് ജഡ്ജ്മെൻറ്റ് എനിക്ക് ലൈക്ക് ഐ നീഡ് ടു ടേക്ക് സംതിങ് ഫ്രം ദ ഫിലിം. ലൈക്ക് ഇപ്പം എന്താ വെളിപാടിൻ്റെ പുസ്തകം ചെയ്താലും അത് കമേഴ്ഷ്യലി അത്രയും വർക്കായില്ല. പക്ഷെ എന്നാലും ലാൽജു സാറുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് DQ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ തമാശയിലൊന്നും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. നല്ല ക്യാരക്ടറായിരുന്നു. ഒരുപാട് 1-2 ഡയലോഗുകൾ, പക്ഷേ അതൊരു ഭയങ്കര അത് സിംഗ് സൗണ്ട്. എനിക്കൊരു പുതിയ സ്കൂളായിരുന്നു. ഞാനളിയ അങ്ങനെ ഫിലിം സ്കൂളിലോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്കിതൊക്കെ ആയി. അതും സുഡാനി കഴിഞ്ഞിട്ട് സമീർക്ക, ഷൈജുക്ക, സക്കരിക്ക എല്ലാവരും ഹാപ്പി ഹൗസ്, അഷ്റഫ് ഇക്കയുടെ പടമാണ്. അപ്പോൾ എനിക്ക് സുഡാനി ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മലയാളം ഫിലിംസ് ഇൻ ദ പാസ്റ്റ് 10-15 ഇയേഴ്സ്. ചിലപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് മലയാളം സിനിമ. സുഡാനി കഴിഞ്ഞിട്ടുള്ള പടത്തിൽ ഞാൻ സമീർക്കയുടെ അങ്ങോട്ട് ചാൻസ്. എനിക്ക് സമീറയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കറാണ്, DOP ആണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു പേഴ്സണാണ് എൻ്റെ ഫിലിം ഭ്രാന്ത് ലൈഫിൽ. അപ്പം തമാശ വേറെ ഒരു സ്കൂളായിരുന്നു എനിക്ക് അഭിനവ് സുന്ദർ നായിക്കില്ലേ, അഭിചേട്ടനോട് പറയും എനിക്ക് നിൻ്റെ ഫേവറേറ്റ് നിൻ്റെ തമാശയിലെ കമൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ അഭിചേട്ടൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, നീ അത് ഭയങ്കര നൈസായിട്ട് എനിക്ക് പക്ഷെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ചിലപ്പോൾ ഐ ഡോണ്ട് നോ. അല്ല, അതിലാ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആ സെറ്റിങ്ങിൽ അയാൾ ഭയങ്കര ജെന്യുവിനാണ്. നേരത്തെ ഡയലോഗ് രണ്ടെണ്ണുള്ളൂ, പക്ഷെ നമുക്ക് അവിടെയൊക്കെ ആയിട്ട് കാണാമല്ലോ, പ്രസൻസിൽ ഭയങ്കരമായിട്ട് നമ്മുടെ നമുക്കൊരു ബിലീവബിൾ ഫാക്ടർ ഭയങ്കര കൃത്യമായിട്ട് തരുന്നുണ്ട് ഈ ക്യാരക്ടറും ആ സ്പേസും. അഷ്റഫ് ഇക്കയുടെയും ഈ ഷൈജുക്ക, സമീർക്ക അവരുടെ ഒരു ഓർഗാനിക് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു ആ പടം. ശരിക്കും ഈ സിനിമയിൽ സർവൈവ് ചെയ്യാന്നുള്ളതല്ലേ. ഇപ്പം ഈ പറഞ്ഞ ഗ്യാപ്പുകളൊക്കെ പറഞ്ഞപ്പോൾ തുടക്കം ഭയങ്കര രസമായി വരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് ഫോളോ ചെയ്യുമ്പോൾ സിനിമകളുടെ എണ്ണം കുറയുന്നു. ബട്ട് സ്റ്റിൽ ഇതിലൊരു ഭയങ്കര ഒരു ഡിറ്റർമിനേഷൻ വേണമല്ലോ. ഞാനിവിടെ നിൽക്കും, ഇതിൽ സർവൈവ് ചെയ്ത് പോവും, ലോകവരത്തിക്കും ജേണിയിൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ
ഹിറ്റുകളിൽ ഒന്നായിട്ട് ലോകം മാറുമ്പോൾ അവിടെയും അരുണുണ്ട്. ഈ ജേണി ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു, സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പാടായിരുന്നു. എന്താ ശരിക്കും ഇതിലൊരു ഹൈ ഉണ്ടാവില്ല എപ്പോഴും മിസ്സാവാതെ പിടിക്കാനായിട്ട്? ആ ഹൈയിലാണ് ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഡോപ്പമീന. എന്താ പറയുക, ആളെ ഭയങ്കര സ്ട്രഗിളാണ്. ആസിന് എന്താ പറയുക, ഞാൻ ഗ്യാപ്പുകൾ നമുക്ക് വി നീഡ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. അടുത്ത് എന്താ ഇപ്പം ഞാൻ ലോക ഇറങ്ങുന്നതിന് മുമ്പേ ഈ ഞാൻ മഞ്ഞുമ്മലിൻ്റെ ആയതും ഒരു വലിയ ഭാഗ്യം അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത സിനിമ ഒരു തമിഴ് പരിപാടി ചെറുതായിട്ട് ചെയ്തായിരുന്നു, അല്ലാതെ ലോകയാണ്. അതുവരെ എനിക്കങ്ങനെ കോൾസ് ഒന്നും വന്നില്ല. അപ്പം ഞാൻ ലോകയും കൂടെ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തതിനെ. ഇറ്റ്സ് ഐ ഡോണ്ട് നോ. പിന്നെ ഞാൻ കോവിഡിൻ്റെ സമയത്തൊക്കെ 2020 ഞാൻ ആലോചിച്ചു ഒന്ന് നിർത്തി വല്ല യൂറോപ്പിലേക്കോ കാനഡയ്ക്കോ പോയി. എൻ്റെ മദറിനൊക്കെ ഭയങ്കര ആഗ്രഹിച്ചു പുറത്ത് പോകണം. ഞങ്ങളുടെ ആ നാട്ടിൻ്റെ സെറ്റിംഗ് ഒന്നും മിക്ക പിള്ളേരും പുറത്താണ്. ഈ കോട്ടയം കഴിഞ്ഞിട്ടുള്ള എല്ലാം കോട്ടയം ചാനശ്ശേരി തിരുവല്ല എൻ്റെ വീട് തിരുവല്ല എല്ലാവരും പുറത്ത്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കാരണമായിരിക്കും. പിന്നെ എൻ്റെ ഓഫ് കോഴ്സ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ആണ് അങ്ങനെ ഇറ്റ്സ് നോട്ട് പേയിങ് മീ. എനിക്ക് വേറെ ബിസിനസ്സോ ഒന്നുമില്ല. എന്തോ ഒരു ധൈര്യം എൻ്റെ മനക്കെട്ടി മാത്രമല്ല എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അളിയനാണേലും. എങ്ങനെയൊക്കെ അളിയാ, ഞാൻ കോവിഡിൻ്റെ സമയത്ത് ശരിക്കും ആലോചിച്ച് ഒന്ന് നിർത്തി പോയാലോ ഭയങ്കര മെൻ്റലി. കാരണം ആ സമയത്ത് ഹൃദയം എന്നാലും ഐ ഡോണ്ട് നോ വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. അപ്പം എന്നാലും ഹൃദയം ചെയ്തിട്ട് പോകാം, എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഹൃദയം കംപ്ലീറ്റ് ആയപ്പോൾ ഓക്കെ, ആ ഹൃദയം ഇറങ്ങി ആ റിലീസിന് ആ പെട്രോളാണ് അടുത്ത പടത്തിനുള്ള മൈലേജ് ആയിരുന്നു യുനോ. അങ്ങനെ ഞാൻ എനിക്കറിയത്തില്ല പോന്നു. ഞാൻ ഇപ്പോൾ ലോക കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് സംതിങ് ഗുഡ് ഹാപ്പൻസ്. ഈ ലോകയാണെങ്കിലും മഞ്ഞുമലാണെങ്കിലും രണ്ട് തരത്തിലാണല്ലോ ഇതിന്റെ ഒരു ട്രെൻഡിങ് സ്വഭാവം. കേരളത്തിന് പുറത്ത് ആളുകൾ കൂടുതൽ കാണാന്നുള്ളത്, ആളുകളായിട്ട് കണക്ട് ആവുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമല്ല ഒരു സിനിമ കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സിനിമ മലയാളികൾ മാത്രം കാണാൻ വേണ്ടി ചെയ്യുന്നതല്ലോ. ഒരു യൂണിവേഴ്സൽ സ്വഭാവം ഉണ്ടാവും. ആളുകൾക്ക് ഇത് മനസ്സിലാവണം, കണക്ട് ആവണം, അവരെ എൻജോയ് ചെയ്യണം, എന്റർടൈൻ ചെയ്യിപ്പിക്കണം അവരെ. ആ തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമകളും മഞ്ഞുമലാണെങ്കിലും ലോകയാണെങ്കിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം സിനിമകളുടെ ഭാഗമാകുമ്പോഴേ ഇപ്പോൾ ആ ലൊക്കേഷനിലെ ടെക്നിക്കൽ ക്രൂ മുതൽ എല്ലാ തരത്തിലും പുതിയ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം, അപ്ഡേറ്റഡ് ആയിരിക്കുന്നുണ്ടാവാം. ഈ എന്താ പറയുക, പെർഫോമൻസിന് അപ്പുറത്തേക്കുള്ള സിനിമ പഠനം കൂടെ പോസിബിൾ ആവാനുള്ള ചാൻസുകൾ കൂടുതലല്ലേ? ഈ രണ്ട് പടങ്ങൾ ശരിക്കും എങ്ങനെ കരിയറിൽ കാണുന്നത്, ലോകയും മഞ്ഞുമലും? ഓഫ് കോഴ്സ് എന്താ പറയുക, എൻ്റെ പെർഫോമൻസ് ഞാൻ സെൽഫിഷായിട്ട് ഞാൻ ആലോചിച്ചാൽ എനിക്ക് ഒരുപാട് അങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒന്നും ഒരുപാട് സിനിമ ചിലപ്പോൾ ലോകമായിരിക്കും ആനന്ദം കഴിഞ്ഞിട്ട് എന്നാൽ എനിക്ക് തോന്നുന്നത്. എന്നോട് ഇപ്പോഴും ആനന്ദം കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും നിന്നെ ഒന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ തമാശ ഇപ്പോൾ റാൽഫ് പറയുകയാണ്, അങ്ങനെ ഒരുപാട് പേര് തമാശ ഉണ്ടോ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കേൾക്കുന്ന ഫീഡ്ബാക്കിൽ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ആഫ്റ്റർ ആനന്ദം ചിലപ്പോൾ എനിക്ക് ലോകമായിരിക്കും കിട്ടുന്നത്. മഞ്ഞുമേലിൽ ഓഫ് കോഴ്സ് എല്ലാവരും അവിടെ അടിപൊളി സിനിമ, എല്ലാവരും സ്റ്റോറി ഇടും, മെസ്സേജ് ഇടും. പക്ഷേ ആസ് എ സെൽഫിഷായിട്ട് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് എനിക്ക് തോന്നുന്നു ലോകമായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ റാൽഫ് പറഞ്ഞ പോലെ ഷൈജുക്ക, ചിതു, അജേട്ടൻ ആ സ്കൂളിലേക്ക് ഇപ്പോൾ എന്ത് പരിപാടി പിടിച്ചാൽ ഞാൻ പോകും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ നോ ഐ എം എൻ ആക്ടർ, എന്നാലും ഐ എം hungry to work with legends like these people. അപ്പം ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ എം ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ഇങ്ങനത്തെ നല്ല സിനിമകൾ. ജനങ്ങളിലേക്ക് ഔട്ട്സൈഡ് കേരള ഹൗസ് കണക്ട് ആയ ഈ സിനിമകൾ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്തു എന്ന് ഫീൽ ചെയ്തു. വെയിറ്റ് ചെയ്താണേലും എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈയിടെ ഞാൻ എൻ്റെ ഏതോ ഇൻസ്റ്റാഗ്രാം ഏതോ കമന്റിൽ ബ്രോ നോസ് ടു പിക്ക് ദ റൈറ്റ് ഫിലിംസ്, ഹി ഡസൻ ഡു മെനി ബട്ട് ഹി ഡസ്. ഞാൻ പൊങ്ങച്ചായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്കും കൊള്ളാലോ. കാരണം ഞാൻ ഒന്നാമതേ കോൺഫിഡൻസ് ഇടയ്ക്ക് കുറവ്, ഈ പടങ്ങളുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ചില എന്തെങ്കിലും വേണ്ട നമ്മളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാൻ. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. പക്ഷേ ലൈക്ക് യു സെഡ്, എനിക്കും ബിസി ആവണമെന്ന് ആഗ്രഹമുണ്ട്, കൂടുതലും നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ രണ്ട് പടത്തിൻ്റെയും എന്താ പറയുക ഭാഗമാകാൻ കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് രസമായി തോന്നിയൊരു കാര്യം, ലോകയുടെ ഒരു പോസ്റ്റ് സക്സസ്സിൽ ദുൽഖർ സൽമാൻ എന്ന പ്രൊഡ്യൂസറുടെ പ്രസൻസ് ഭയങ്കര രസമായിരുന്നു. കാരണം നിങ്ങളെല്ലായിടത്തും കൊണ്ടുപോകുന്നു, എല്ലായിടത്തും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഫീച്ചർ ചെയ്യുന്നു. അവിടെ ദുൽഖർ ആസ് പ്രൊഡ്യൂസർ ഒരു ലീഡറായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത്, ഒരു ടീം ലീഡറിനെ പോലെ നിങ്ങളെ എല്ലാവരും ഫീച്ചർ ചെയ്ത് നിങ്ങൾക്ക് സ്പേസ് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി ഭയങ്കര രസമുള്ള എക്സ്ചേഞ്ചുകൾ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പോലെ തോന്നിയിരുന്നു. ആ റാപ്പോ കംഫർട്ട്, നിങ്ങളെല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു ആ ഒരു സ്പേസിൽ. ഈ പ്രൊഡ്യൂസർ ആക്ടർ റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും കരിയറിൻ്റെ ഫസ്റ്റ് പടം തൊട്ട് പല സ്റ്റൈലിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ലോകയിലെത്തി നിൽക്കുമ്പോൾ മുന്നിലെന്ന് പറയണമെന്നല്ല പറയുന്നത്, ലോകയിൽ ഉള്ള ഈ പറഞ്ഞൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊരു കംഫർട്ട്, ദുൽഖർ സൽമാൻ ആസ് എൻ ആക്ടർ ഒപ്പം പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു?
ഷൂട്ടിൻ്റെ കാര്യമാണോ അതോ പോസ്റ്റ് റിലീസിൻ്റെ രണ്ടും ഞാൻ ഓൺ സ്ക്രീൻ നിങ്ങൾ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തായിരുന്നു. ഷെയർ ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര DQ ഫാനാണ്. ഞാൻ മാത്രമല്ല, നസ്ലിനും ഭയങ്കര DQ ഫാൻ, ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങൾ പടം റിലീസ് ചെയ്ത ദിവസം രാത്രിയിലാണ്, 28-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ ദുബായിക്ക് വന്നത് ഫോർ പ്രൊമോഷൻ. ഞങ്ങളിവിടെ എത്തി ലഞ്ച് കഴിക്കുമ്പോൾ DQ കയറിയത്. അപ്പം ഞങ്ങൾക്ക് എന്നോട് പേഴ്സണലി ഡൊമിനിക് പറഞ്ഞു DQ ചിലപ്പം വരും, ടോവിയും ചിലപ്പം വരും, സർപ്രൈസ് ആയിട്ട് വെക്കാം. അപ്പം പക്ഷെ ഞങ്ങൾ DQ കാണുമ്പോൾ ഹി വാസ് സോ ഹാപ്പി. അപ്പം ആസ് ഫാൻസ് മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ഓൾസോ നമുക്ക് ഇങ്ങനെയുള്ള സ്നേഹം കാരണം ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഈ പടം എത്രത്തോളം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ DQ ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ആരും അന്ന് 29-ാം തീയതി ആയി. അന്ന് വൈകുന്നേരമായപ്പം DQയുടെ വേഫെയറിൽ ഇവിടെ ഷംന എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളി പറഞ്ഞ് എക്സ്ട്രാ 5 ഷോ ആഡ് ആയി. എക്സ്ട്രാ അപ്പോൾ ആ ഷോസ് ആഡ് ആവുന്നു, അതായത് ഗൾഫിൽ ഷോസ് ആഡ് ആവുന്നു, അതിനൊപ്പം നാട്ടിൽ 6 AM ഷോസ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ പണി മാൻ സെറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വാംത്ത് ഉണ്ടല്ലോ, ഈ ഒരു സ്നേഹം, അത് സ്നേഹം എന്നല്ല പറയുന്നത്, ഈ ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എക്സ്ചേഞ്ച് കാണുമ്പോൾ മാൻ ഭയങ്കര സന്തോഷം. ബിക്കോസ് ദേ ഓൾസോ ആസ് എ ഫാമിലി വെൻ ത്രൂ എ റഫ് ടൈം ഓഫ് ദ പാസ്റ്റ് 1 or 2 years. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു ഫാമിലി ഹാപ്പി ആണെന്നും നമുക്കൊക്കെ ഇൻസ്പയറിങ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. DQ ആണെങ്കിലും മമ്മൂട്ടി സാർ ആണെങ്കിലും DQയുടെ ഫാമിലി ഇത്താണെങ്കിലും എല്ലാവരും. ഇവരൊക്കെ സന്തോഷമാകുന്നു. ഡൊമിനിക്ക് ഞങ്ങൾ ആസ് ഫ്രണ്ട്സ് നമുക്കൊക്കെ, ഇപ്പം നസ്ലാണ്, ചന്തു ആണെങ്കിലും കല്യാണി ആണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് വേഫറിനോട് വർക്ക് ചെയ്യാൻ അടിപൊളിയായിരുന്നു. അപ്പം പല ഇൻ്റർവ്യൂസിനും ചിലപ്പോൾ ഡൊമിനിക്ക് നിമിഷം പറഞ്ഞിട്ടുണ്ടാവും റാൽഫിനോട് തന്നെ, DQ അല്ലെങ്കിൽ വേഫെയർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പടം എങ്ങനെ. കാരണം ഡൊമിനിക്ക് ഇപ്പം പടം 2-3 പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, നോ വൺ സെഡ് നോ. പക്ഷെ ഇതെങ്ങനെ പുൾ ഓഫ് ആവും, മലയാളത്തിൽ എങ്ങനെ പുൾ ഓഫ് ആവും, ഇത് ദേ ഹാഡ് ദറ്റ് ഡൗട്ട്. പക്ഷെ DQ ജസ്റ്റ് ബിലീവ്ഡ് ഇൻ നിമിഷ്. യെസ്, DQ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, he was scared. I mean, he was anxious, I guess. ഇത്രയും വലിയ സക്സസ് ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇത്രയും സക്സസ് അല്ല. ഫസ്റ്റ് ഡേ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ അത്രയും ഫ്രണ്ട്ലി അല്ലായിരുന്നു, അതിന് ടേക്കേഴ്സ് അങ്ങനെ കുറവായിരുന്നു. ഈയിടെ ഇക്കട ഒരു ഇന്റർവ്യൂവിൽ വായിച്ച് കണ്ടിരുന്നു യൂട്യൂബിൽ. അപ്പം ഇതെല്ലാം ഒരു ഗാമ്പിളായിരുന്നു. ഇക്കനെ പറഞ്ഞു തന്നെ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്, എൻ്റെ ഒരു സിനിമ പോലും ഇത്ര ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അത് നല്ല മൊമെന്റ്. ഞങ്ങള് DQ അത് സ്റ്റേജിൽ പറഞ്ഞപ്പോൾ നസ്ല എങ്ങോട്ട് നോക്കും, എന്നെയും ചെന്നു, ഞങ്ങളെല്ലാം അങ്ങോട്ട് എന്തുകൊണ്ട് ഡൊമിനിക്കിനോട് ഞാൻ സൈഡ് എന്നാ DQന്റെ ഫസ്റ്റ് അല്ല DQന്റെ എന്ത് മസൂദ്, ഞാൻ വേറെ ഇരട്ടപ്പേരെ വിളിക്കും, എന്ത് സംഭവിക്കുന്നത്, എന്ത് തേങ്ങ സംഭവിക്കുന്നത് നമുക്കും അറിയത്തില്ല, പോട്ടെ നടക്കട്ടെ എന്തായാലും. അപ്പം ഞങ്ങളുടെ ഒരു ഫണ്ണി മൊമെന്റ് ആയിട്ട് ഹി വാസ് വെരി ഹാപ്പി. അപ്പം ചേച്ചിയാണെങ്കിലും ഹിസ് വൈഫ് എല്ലാവരും വെരി ഹാപ്പി. അപ്പം നമുക്കും ഭയങ്കര സന്തോഷമാണ്. മമ്മൂട്ടി സാറിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ലെജൻസിനെ നമ്മൾ ഹാപ്പി ആക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷമാണ്. മമ്മൂട്ടി സാറാണേലും പ്രിയദർശൻ സാറാണേലും ഹാപ്പി. ഇതിൽ ഓൺ സ്ക്രീൻ മൊമെന്റ് എങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്? അന്ന് ഒരുപക്ഷെ നിങ്ങൾ ആ ഷൂട്ടിന് 1 ദിവസമോ 2 ദിവസമൊക്കെ ആയിരിക്കില്ല നിങ്ങൾ തമ്മിൽ കാണുന്നതോ മിണ്ടുന്നതോ സംസാരിക്കുന്നതോ. ദുൽഖർ ഓൺ ലൊക്കേഷൻ ഉണ്ടാവുന്നത്. അതായത് ഈ ത്രൂ ഔട്ട് നിങ്ങളുടെ ഒപ്പമുള്ള ഒരാളല്ല. അതെങ്ങനെയാണ് ശരിക്കും അവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ? ലോക അടിപൊളിയായിരുന്നു. എന്താ പറയാ, അന്ന് ഈ പറഞ്ഞ ഫാൻ ബോയ്സ് ചാർജ് ആവുന്നുണ്ടോ? ഇല്ല ഞങ്ങൾ പുള്ളി എന്താ പറയാ, ഈ കോസ്റ്റ്യൂം തന്നെ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം ഇതെന്താ സംഭവം എന്ന്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അരുൺചേട്ടൻ്റെ മൈൻഡിൽ എന്തോ സംഭവം, ശാന്തിബിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നിമിഷമാണെങ്കിലും. അപ്പോൾ ഈ അർച്ചന റാവുവിൻ്റെ കോസ്റ്റ്യൂം കാണാൻ തന്നെ ഞങ്ങളൊരു എക്സൈറ്റഡ് ആയിരുന്നു, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ. എനിക്ക് എന്തോ സ്വാഡൊക്കെ പിടിച്ച് ഈ കട്ടോറി ഈ സാധനമൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ അരുൺചേട്ടൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഞാൻ റെസ്പെക്റ്റഡ് അല്ലോ അങ്ങനെ ഒരുപാട് അങ്ങനെ സെറ്റിൻ്റെ സമയത്ത്. പക്ഷേ ഞങ്ങൾ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര വേറെ ഒന്ന് ഫ്രീ ആയി. ആ സമയത്ത് ഞങ്ങളൊന്നും ഒരു ശല്യപ്പെടുത്താൻ പോയില്ല, ഫോട്ടോ ഒക്കെ എടുത്തെങ്കിലും എന്താ പറയുക ഒരുപാട് ഓക്കെ താങ്ക് യു, റെസ്പെക്റ്റ് എപ്പോഴും കാണും. അപ്പോൾ പക്ഷേ ഞങ്ങൾ പടം ലൈക്ക് റാൽഫ് മെൻഷൻ ചെയ്ത പോലെ ഹൈദരാബാദിൽ നിന്ന് അല്ല ദുബായ് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഐ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ഹാപ്പി ടു സീ ഓൾ ഓഫ് ദീസ് ലെജൻഡ്സ് ഓർ പീപ്പിൾ ഹും വി ലവ് ഹാപ്പി. സിനിമയുടെ ഒരു രസമുള്ള മൊമെന്റ് പറയാം. യെസ്, ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നു, അവിടെ നിന്ന് ചന്ദ്രയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഞെട്ടണം. ഈ
എന്നതിന് പലതരത്തിൽ ഞെട്ടാം. നമ്മൾ നമ്മുടെ ലെജൻഡറി ആക്ടേഴ്സിന്റെ പല ഞെട്ടല് കണ്ടിട്ടുണ്ട്. അതിലിപ്പോ മമ്മൂക്ക, ലാലേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ ഏട്ടൻ, എല്ലാ ഇന്നസെന്റ് ഏട്ടൻ, ശങ്കർ, എല്ലാവരും ഞെട്ടല് കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഞെട്ടും, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെ ഞെട്ടും? ഞെട്ടല് ചുമ്മാ ഒരു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളുടെ അടുത്ത്, കൺവേയിങ് ആയിരിക്കണം എന്നുള്ളത്. ആ പർട്ടിക്കുലർ സീൻ, ആ പർട്ടിക്കുലർ ഷോട്ട് എന്താ പറയാ, ഇത് ഞാൻ വായിക്കുമ്പോഴേ ഞാൻ ചിരിച്ചു. ഈ സീൻ സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. അപ്പം എൻ്റെ മൈൻഡിൽ ഇത് സ്കോർ ചെയ്തേ അല്ല ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ യെസ് അപ്പം നൈജലായി ശരിയാ, ഞാൻ ചിരിച്ചിരുന്നു. എനിക്ക് ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സീൻ ചെയ്യാൻ. പക്ഷേ ഇതെങ്ങനെ ചെയ്ത്, ഇതാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ചാലഞ്ചിങ് പരിപാടി. കാരണം ഞാനൊരു സിനിമാ ഭ്രാന്തനാണ്. അപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ മിഥുനത്തിൽ ഇന്നസെൻ്റ് സാർ ഇങ്ങനെ നിൽക്കുന്ന പരിപാടിയാണേലും, ഇപ്പോൾ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ രോമാഞ്ചത്തിലെ സജിൻ ഞെട്ടിട്ടോ എൻ്റെ അമ്മേ ഞാൻ ചിരിക്കുന്നത്, ഞാനൊരു ബ്രദറും കൂടെ രോമാഞ്ചം കാണും, ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു. ഈ എഫക്റ്റ് എനിക്ക് ആസ് എ ഓഡിയൻസ് എനിക്കും തോന്നണം. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ആസ് എ ഓഡിയൻസ്. അപ്പോൾ ഇതെനിക്കറിയാം ആസ് എൻ ആക്ട്രസ്, വായിക്കുമ്പോൾ ഞാൻ ചിരിച്ചു, കൊള്ളാം. അത് അരിച്ചോണ്ട് അടിപൊളിയായിട്ട് എഴുതുന്നത് ശാന്തിമേണയിലും. അപ്പം ഇതറിയാം എന്താ പറയുക, ഇത് ന്യൂ ഇയറിനാണ് ഷൂട്ട് ചെയ്തത്. ന്യൂ ഇയർ എന്ന് വെച്ചാൽ ജനുവരി, ഞങ്ങൾ ന്യൂ ഇയർ അങ്ങനെ പരിപാടി 15 മിനിറ്റ് കേക്ക് കട്ടിങ്, എന്തോ വെയിൽമുര കേക്ക് ഡാൻസ് ചെയ്തു, എന്നിട്ട് പോയി ചന്തുവിനെ എയറിൽ കയറ്റിയ സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീൻ എൻ്റെ ആയിരുന്നു. അരിഞ്ചേട്ടൻ അന്ന് അൺനെസസറി, എനിക്കറിയില്ല, അൺയൂഷ്വലി ഇച്ചിരി പ്രഷറിലായിരുന്നു, എന്തോ ടൈം പോകുന്നു എവിടെയോ. അരിഞ്ചേട്ടൻ അങ്ങനെ എന്താ പറയുക, ഹീ നെവർ ലൂസസ് ഹിസ് കൂൾ, അങ്ങനെ ചൂടാവാറോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിൾ ഡയറക്ടർ. പക്ഷെ അന്ന് ഹി വാസ് ലിറ്റിൽ പ്രഷറൈസ്ഡ്, അത് എനിക്ക് കാണാം. പിന്നെ എൻ്റെ ഫ്രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട്, പിന്നെ എനിക്ക് ഈ സീനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇന്ന് എടുക്കുന്നു, ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞങ്ങളൊരു 10-12 ഒരു അരിഞ്ചേട്ടൻ ഉദ്ദേശിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, നീ ഇത് ചെയ്യണം. അത് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. ഈ ഞെട്ടലിന്റെ പല വേരിയേഷൻ, യെസ്, അത് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അതൊരു ഡയറക്ടർ ആക്ടറിന് പറഞ്ഞു കൊടുക്കുന്ന സാധനം അതേപോലെ, അതായത് ഡയലോഗ്സ് വരുമ്പോൾ എന്താ, എടാ നിനക്ക് മുട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമേ ഞങ്ങൾ കൂട്ടി ഇത് കാര്യം ചെയ്യണം, പറയും, എടാ നീ നിൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്, അതൊക്കെ മനസ്സിലായി. ഡയലോഗ് ഈ സാധനം ഇസ് ജസ്റ്റ് എക്സ്പ്രഷൻ, ദർ ഇസ് നോ ഡയലോഗ്സ്. അപ്പോൾ അരിഞ്ചേട്ടൻ പറയുന്ന സാധനം കൺവേ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് ഓർഗാനിക്കലി സംഭവിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ ടെൻഷൻ, അരിഞ്ചേട്ടൻ പ്രഷറിലാവുന്നു, വേറെ എന്തോ എക്സ്റ്റേണൽ കാരണം. അപ്പോൾ ഐ വോണ്ട് ടു മേക്ക് ഹിം ഹാപ്പി, ഐ വോണ്ട് ടു മേക്ക് മൈ ജോബ് ബെറ്റർ, എല്ലാവരും ചിരിപ്പിക്കണം, അങ്ങനെ എല്ലാം ഉണ്ടാവും. ഞങ്ങൾ 10-12 ടേക്ക് പോയിട്ട് ഞാൻ അവസാനം അരിഞ്ഞിട്ട് ഒരു ടേക്കും കൂടെ, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ആയി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ. അപ്പം ഞാൻ എന്തോ എനിക്കറിയില്ല അളിയാ, പണ്ട് ആനന്ദ് ചന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മാജിക് ഉണ്ട് സിനിമയിൽ. എനിക്ക് ഐ ട്രൂലി ബിലീവ് സം മാജിക് ഹാപ്പൻഡ് ആൻഡ് ഐ ഡിഡ് ദാറ്റ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കത്ത് നിർത്തിക്കുക, എനിക്ക് ചിരി കേൾക്കാം. ഞങ്ങളുടെ സ്പോട്ട് എഡിറ്റർ ഉണ്ട്, സിറിൽ, ചമ്മൻ്റെ അസോസിയേഷൻ സ്പോട്ട് എഡിറ്റർ. സിറിൽ ചിരിക്കാറേ ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എടാ സിറിൽ ചിരിച്ചു, നിമിഷം ഓടി വരുവാ, സിറിൽ വരെ ചിരിച്ചു. അപ്പം ഞാനിങ്ങനെ ഇപ്പം എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, ബട്ട് താങ്ക്ഫുള്ളി ഗോഡ് ബ്ലെസ്ഡ്, എന്തോ സംഭവിച്ചു, വർക്കായി. എനിക്ക് തോന്നുന്നു ഞാനും PXL ശരിക്കും പടം കണ്ടപ്പം ഞാൻ മറ്റേ സലീമേട്ടൻ ഉദയനതരത്തിൽ ഇരിക്കുന്നതിലായിരുന്നു ചിരിച്ചു. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല തിയേറ്റർ സിനിമയിൽ. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ ഒരു ആസ് എൻ ആക്ടർ ആണെങ്കിലും എനിക്കൊരു പേഴ്സണൽ ഒരു ചെറിയ വിന്നാണത്. സോ ഇതുപോലെ രസമുള്ള, എനിക്ക് ചോദിക്കാൻ ക്യൂരിയസ് ആയ ഒരു പോയിന്റ് ആണ്, ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സമയത്ത് റിയാക്ഷൻ ആണല്ലോ കൊടുക്കുന്നത്. അവിടെ ഫൈറ്റ് ചെയ്യുന്നില്ല, അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വില്ലന്റെ കയ്യിൽ വിടുന്നുണ്ട്, അവിടെ സ്റ്റക്കായി നിൽക്കണം. അത് വേറെ ഞെട്ടലാണ്. ഈ റിയാക്ഷൻ കൊടുക്കുന്നത്, ഈ ഞെട്ടൽ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻ കൊടുക്കുന്നു. ഇപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ റിയൽ ഫൈറ്റ് നടക്കുന്നില്ലല്ലോ. അതിലൊരു ഓർഗാനിക് ഫ്ലോ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് എളുപ്പമാണോ ശരിക്ക്, അതോ കുറെ പണിയെടുക്കുന്നുണ്ടോ? ഫൈൻ ട്യൂണിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ ഓണസ്റ്റ്ലി ചെറിയ 1-2 ഒരു പടമൊന്നും ഇല്ലാത്തപ്പോൾ 1-2 വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യും വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിൽ ചെറിയ ബേസിക് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ കാണിക്കും, ചില ഇമോഷൻസിനുള്ളത്. അത് ഞാൻ ബാംഗ്ലൂരിലൊരു വിവേക് എന്ന് പറയുന്ന സാറിൻ്റെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ശാന്തിബിയും ഈ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യും. പടമൊന്നും ഇല്ലാത്തവർ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് ഈ വർക്ക്ഷോപ്സ്. പടം ഉള്ളവരും ചെയ്യാറുണ്ട്, പക്ഷെ അവർക്ക് ടൈമില്ലായിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് ഇടയ്ക്ക് വർക്ക്ഷോപ്സ് ചെയ്യും. അത് അഫോർഡബിൾ ആണ് കേട്ടോ. ഞാൻ വിവേക് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ബാംഗ്ലൂരിലാണ് പുള്ളിയുടെ സ്റ്റുഡിയോ. അപ്പോൾ അതിൽ ചെറിയ ടെക്നീക്സ് ഉണ്ട്, ഈ ചില ഇമോഷൻസ് കൺവേ ചെയ്യാൻ, ബേസിക് ഇമോഷൻസ് ഓഫ് നവരസാസ് ബേസിക്.
അപ്പോൾ ഞാൻ അതൊക്കെ ചുമ്മാ ഇടയ്ക്ക് ട്രൈ ചെയ്യും. ഈ ലോകം അവിടെ നിർത്തിയത് തന്നെ ഈ തമാശയിലെ ക്യാരക്ടർ വിനയ് ഫോർട്ടിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്ന് ഇയാളുടെ ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങളെല്ലാം കൃത്യമായി തരുന്ന സമയത്താണ് അനിയൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ അനിയൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പുള്ളി. ഇവരുടെ ബ്രദർഹുഡ് ഭയങ്കര രസമായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇൻസെക്യൂർ ആണ്, അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. എനിക്ക് ആ എന്താ പറയുക, ആ കോൺട്രാസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്താ പറയുക, അനിയൻ കോളേജിൽ ബൈക്ക് എന്താ പറയുക, പുള്ളിക്ക് വേണ്ടതൊരു പ്രണയമാണ്, പക്ഷെ അനിയനാണ് പിന്നെയും ഒരു എന്താ പറയുക ഗേൾ ഫ്രണ്ട് ഒന്നും അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല, എന്നാലും ഗേൾസ് ഉണ്ട് ഫ്രണ്ട്സായിട്ട്, അതൊക്കെ പുള്ളിയുടെ ഇൻസെക്യൂരിറ്റി. അത് പിന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അഷ്റഫിക്കയുടെയും സമീർ ഷാജുക്കയുടെ ഒരു പ്രോസസ്സാണ് മൊത്തം. എനിക്ക് ചോദിക്കാൻ ഞാൻ വന്നത് ഈ സിനിമകളില് കോ ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു റാപ്പോ സെറ്റ് ചെയ്യുന്നത് ഇപ്പോ എന്താ ഒറ്റക്കൊരാൾ അഭിനയിക്കുന്ന സിനിമകളല്ലല്ലോ, ഗിവ് ആൻഡ് ടേക്കുകളുണ്ട്. അതിൽ ആളുകൾക്ക് ഒരു പ്ലാസ്റ്റിക് ഫീൽ കിട്ടാനും പാടില്ല. അത് ഈ പറഞ്ഞ ടെക്നിക്സ് ട്രിക്സ് കാര്യങ്ങളിലാണോ വർക്കൗട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല, ഇത് ട്രിക്കാണോ പോലും അറിയത്തില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിപ്പോൾ ഈ റീസെന്റ് ഞാൻ ചെയ്തത് ഈ ലോകയൊക്കെ ഇറങ്ങുന്ന മഞ്ഞുമല കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ചെയ്തത്, ആ സമയത്ത് ഒരു തേങ്ങ അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരുപാട് അറിയും എന്നല്ല പറയാം, ചുമ്മാ ശ്രമിക്കുകയാണ്. പിന്നെ ആസ് എൻ ആക്ടർ എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പറയുക, മറ്റേ ആക്ടറും പാളാൻ പാടില്ല. ചിലപ്പം മറ്റേ ആക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറോ പേഴ്സണാലിറ്റിയോ നമുക്കറിയില്ല, നമ്മളൊക്കെ വളർന്നു വരുന്ന ആളാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ബാലൻസ് ആയി പോകണം. ചിലർക്ക് ചിലപ്പോൾ ഈഗോ അടിക്കാം, ചിലർക്ക് ഈഗോ അടിക്കാതിരിക്കാം, ചിലർ ഭയങ്കര ഈസി ആക്കി ആ മോൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്കും ചിലപ്പോൾ ഒരു ഇൻസെക്യൂർ എന്താ പറയുക, ഒരു എന്താ പറയുക അറിവില്ലായ്മ കാരണം, എനിക്കും ഒരു കോൺഫിഡൻസ് ഇഷ്യൂ കാരണം, എല്ലാം കൂടെ ബാലൻസ് ആയി പോകണം. ഞാൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ക്ലൈമാക്സ് ലാൽ സാറുമായിട്ട് ഒരു ചൂടാവുന്ന സീനുണ്ട്. ഒരു പേജ് ഡയലോഗുണ്ട്, എൻ്റെ പൊന്നളിയാ. അതും ലാലേട്ടൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ചൂടാവണം. അപ്പം ഞാൻ ആ ഒറ്റ സീനാണ് ഫുൾ പടം. ലാലു സാർ സ്ക്രിപ്റ്റ് ഷെയർ ചെയ്യാറില്ല, ഐ മീൻ സാർ അസോസിയേറ്റനും പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞു, സാർ ഈ ഒരു ഷോട്ട് എനിക്ക് എന്തൊരു സ്ക്രിപ്റ്റ് തലേദിവസം വേണം, എനിക്ക് ഈ 2 പേജ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ ഇപ്പം റാൽഫി ആക്ടേഴ്സായിട്ട് കോ ആക്ടറുടെ ഞാനിത് തലേദിവസം ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ചു. വെളുപ്പിന് ഷൂട്ടിന് 6 മണിക്കാണ്, ഞാൻ 3:30 എഴുതിയിട്ട് ഇത് പഠിച്ചു. പിന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ ഇത് പറയാം എനിക്കിത്. കാരണം ലാൽ സാറോട് ഇത് പറയുമ്പം ലാലേട്ടൻ എന്നോട് 2 ഡയലോഗ് പറയുമ്പോൾ ലാലേട്ടൻ കുറേ കൗണ്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തെറ്റിച്ച എല്ലാം തെറ്റും. ഈ ഷോട്ട് 360 സോറി ട്രോൾ ചെയ്യുക, എൻ്റെ അളിയാ. ആലപ്പുഴയിലെ ജനങ്ങൾ മൊത്തം ഉണ്ട്, ലാലേട്ടൻ ഇതിന് മുമ്പ് ലാലേട്ടൻ ചുമ്മാ പുഷ്പം പോലെ ചെയ്യും. ഞാൻ നോക്കുമ്പോൾ ലാലേട്ടനുണ്ടല്ലോ, ലാൽ സാർ 2 പേജ് ലാൽ സാറ് ആൾക്കാരെല്ലാം ലാലേട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ ഫോട്ടോസ് ആൻഡ് ഓഫ് കോഴ്സ് ഫാൻസ്. ഒരു ബീച്ചിൻ്റെ അടുത്തായിരുന്നു ലാലേട്ടൻ. ഒരു ബൈക്കിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, പുള്ളി ചാരിരുന്നു ഇങ്ങനെ പുള്ളിങ്ങനെ നോക്കുന്ന, ഇടയ്ക്ക് കോമഡി പറയുന്നു, പുള്ളിങ്ങനെ വരുന്നു. ഞാനാണ് തലേദിവസം മറ്റേ ഓഫ് കോഴ്സ് ലെജൻഡാണ്, അത് 3:30 എഴുതിയിരിക്കുന്നു. പക്ഷെ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ സകല ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് പോയി. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫസ്റ്റോ സെക്കൻഡ് ടേക്കിൽ തന്നെ ഓക്കെ ലാലു സാർ പറയും ചെയ്തു, ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഇത്രയും വലിയൊരു ലെജൻഡ് പുള്ളി 10 മിനിറ്റ് എടുത്ത് ഈ ഫാൻസിൻ്റെ ചുറ്റും ഈ 360 ക്യാമറയിൽ പുള്ളി പുഷ്പം പോലെ ചെയ്യുന്നു. എനിക്കൊന്ന് പ്രാക്ടീസും ഇത് മൊത്തമാണെന്ന് തോന്നുന്നു. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഇപ്പം ഞാൻ തെറ്റിച്ചാണ് പുള്ളി സാറിനും എഫക്റ്റ് ആവും, സെറ്റിലും എഫക്റ്റ് ആവും, ലാൽജു സാറും തെറി പറയും മൊത്തത്തിൽ. അപ്പം ഐ തിങ്ക് ദാറ്റ് ബാലൻസ് ഷുഡ് ബി ദെയർ. എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പോകുന്നു. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയിൽ ഭയങ്കര ഹൈ ഉള്ള ഒരാളാണ് അറിയാം. അഭിനയത്തിന് മുന്നേ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോഴൊക്കെ സിനിമയാണല്ലോ ഭയങ്കര പാഷനായിട്ട് കൂടെയുള്ളത്. എന്താ ശരിക്ക്, അല്ലെങ്കിൽ എവിടെ ശരിക്കും സിനിമ ഹിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയായിരിക്കാം, ഒരു ഷോർട്ടായിരിക്കാം. ഐ പേഴ്സണലി ഫീൽ സിനിമ മേക്സ് യുവർ ലൈഫ് ബെറ്റർ. ഞാൻ ചില ആൾക്കാരോട് പറയാറുണ്ട് റാൻഡംലി, ഇപ്പം ചേട്ടാ ആനന്ദമൊക്കെ കഴിഞ്ഞ് ഓട്ടോഗ്രാഫൊക്കെ ചോദിക്കാൻ ചില ആൾക്കാർ ആ സമയത്ത് 8 years പിള്ളേർ സെറ്റാണ് ആ സമയത്ത് വാച്ച് മോർ ഫിലിംസ്, ഇറ്റ് മേ മേക്ക് യുവർ ലൈഫ് ബെറ്റർ. ഞാൻ അത് ഏതോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ കണ്ട് വായിച്ചിടുന്ന. സത്യമാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഹാർഡ് ഹിറ്റിംഗ് എന്താ പറയുക വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിങ്സ് ടു പീപ്പിൾ ഇൻ ദ വേൾഡ്. ഇറ്റ് ക്യാൻ മേക്ക് യു ക്രൈ, ഇറ്റ് ക്യാൻ മേക്ക് യു ലാഫ്, can make you think, it can make you travel, it makes you in peace also in a lot of times. അപ്പം ഒരു ഫ്രണ്ട് പോലെയാന്ന് തോന്നുന്നു സിനിമ. എനിക്ക് ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. വേറെ എന്താ ലൈഫിൽ എൻ്റർടൈൻ ചെയ്യുന്നു,
ഓഫ് കോഴ്സ് സ്പോർട്സ് ഉണ്ട്, ഫാമിലി, കമേഴ്ഷ്യൽ, എന്താ സോറി കോർപ്പറേറ്റ് ലൈഫ്, അതൊക്കെയുണ്ട്. പക്ഷെ എല്ലാവരും the end of the day they want to be entertained. We need to entertain people. And it's the best way of storytelling. Of course books ഉണ്ട്, ഒക്കെയാണ്, ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടൊരു സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ സിനിമ എന്തുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നത്? എനിക്ക് ഫോറസ്റ്റ് ഗംപ് എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടു ഭയങ്കര, ഞാൻ സന്തോഷത്തിൽ ഉറങ്ങിയതും രാവിലെ അടുത്ത് നോക്കി ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ചില ഫിലിംസ് ഉണ്ട് ഭയങ്കര, എനിക്ക് ഫോറസ്റ്റ് ഗംപ് ഭയങ്കര ലേറ്റ് വാച്ച് ആയിരുന്നു. സിമ്പിൾ ഒരു ഫീൽ ഗുഡ് പടമാണ്, പക്ഷെ എന്തോ അതിൻ്റെ ഒരു ഓണസ്റ്റി ഉണ്ട്. ഈ സുഡാനി ഫ്രം നൈജീരിയ, ആ പടം കണ്ടിട്ട് എനിക്ക് ഞാൻ സക്കറിയൊക്കെ മെസ്സേജ്, എനിക്കിപ്പോൾ പുള്ളിയെ അറിയില്ലായിരുന്നു. പക്ഷെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ്. അതിൻ്റെ മൂമെന്റ്സ് ഒക്കെ, ഞാൻ ഭയങ്കര ഫുട്ബോൾ ഫാനും. അപ്പൊ അതിനകത്ത് ആ ക്ലൈമാക്സ് സീനില് ജേഴ്സീസിന്റെ എക്സൈറ്ററിന്റെ ഒരു പൊളി, മാൻ ഭയങ്കര ഇഷ്ടമാണ്. മഹേഷിന്റെ പ്രതികാരം ഒക്കെ ശരിക്കും ആ സിംഗ് സൗണ്ട് ആണോ എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ. സിംഗ് സൗണ്ട് ആണോ ഇപ്പം എനിക്കറിയില്ല, സിംഗ് സൗണ്ട് ആണോ? അല്ല. പക്ഷെ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും നമ്മൾ ഇടുക്കിയിലാന്ന്. എനിക്കറിയില്ല എന്താണ് നമ്മൾ ആക്ച്വലി അതിന്റെ മറ്റേ ഇവിടുത്തെ കാറ്റാണ്, ആ BGM മ്യൂസിക്കും കാറ്റുണ്ടല്ലോ. അത് ഷൈജുക്കയുടെ ഒരു വർക്കും, ഫാഫ ഓഫ് കോഴ്സ്, അപ്പു, എല്ലാരും, അജയേട്ടൻ, അതിന്റെ ഒരു ബിലീവബിലിറ്റി ഉണ്ട്. ശരിക്കും ഇടുക്കി പോയി നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിലപ്പോൾ ആനന്ദം അല്ലെങ്കിൽ ഇപ്പോൾ ലോക പ്രൊമോഷന്റെ ഭാഗമല്ലാതെ ഏറ്റവും ചിലപ്പം മഹേഷിന്റെ പ്രതികാരമായിരിക്കും. 3 നല്ല തവണ തിയേറ്ററിൽ. അത് ഞാൻ അപ്പറിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ തരുന്നൊരു മാജിക് ഉണ്ട് മാം, അത് കൊച്ചിലെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഏത് തിരുവല്ലക്കാരനെ പോലും ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ കാനഡയിലോ പോയി. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ കുവൈറ്റില്ല, അളിയനാണെങ്കിലും കസിൻസൊക്കെ ആണെങ്കിലും അവിടെ പോയാൽ ഓഫ് കോഴ്സ്. അത് ഞാൻ മാത്രം എന്താ പറയുക പിടിച്ച് നിൽക്കും ഇതില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ, അതുകൊണ്ട് പേരൻസ് അത്യാവശ്യം ഏജ്ഡ്, അതുകൊണ്ട് അവർക്കൊന്ന് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. ഈ ലോകയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ, ലോകയിൽ ഒരുപാട് രസമുള്ള നല്ല മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസിനുള്ള ബ്രീത്തിങ് സ്പേസ് ആയിരുന്നു ഈ ടോവിയുടെ ചാത്തൻ വരുന്നത്. ഈ ആ പെർഫോമൻസ് വളരെ കാഷ്വലായ, വളരെ കൂളായ, ഇവരുടെ ക്വർക്കിനെസ് എല്ലാം കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്ന, തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഹൗസ്ഫുൾ ഷോയിലുള്ള എല്ലാവരെയും ചിരിപ്പിക്കുന്ന, ഹാപ്പി ആക്കുന്ന പെർഫോമൻസ്, അത് ഓൺ ലൊക്കേഷനിൽ വിറ്റ്നസ് ചെയ്യുന്നത്. അത് അവിടെ നിങ്ങൾ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണോ ഓഡിയൻസിന്റെ? അതെന്തായിരുന്നു? അത് ടോവിച്ചേട്ടൻ അഴിഞ്ഞടിച്ചതെന്നാണ് എൻ്റെ ഒരു, ടോവിച്ചേട്ടൻ കോസ്റ്റ്യൂം കിട്ടി വന്ന് കണ്ടപ്പോഴേ അടിപൊളി റെഡ് കണ്ണാടി, എനിക്ക് എസ്പെഷ്യലി ആ കോസ്റ്റ്യൂം ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ ഒരു അസ്ഥല പോലീസുകാരെന്നൊക്കെ പറയും ഭയങ്കര സ്വാഗോടെ പുള്ളി, സിമ്പിളായിട്ട്. പിന്നെ ഈ പൊട്ടാ ഈ പുള്ളിയുടെ ഈ ചെറിയ കള്ളത്തരമുണ്ട്. ടോവിച്ചേട്ടൻ്റെ ഒരു ഇൻബിൽറ്റ് ഒരു കള്ളത്തരമുണ്ട്. കള്ളത്തരമല്ല, എന്താ പറയുക, ഒരു അത് തന്നെ ക്വർക്കിനെസ്, ഒരു ക്യൂട്ട് പരിപാടിയുണ്ട്, ഇന്നസെന്റ് വിത്ത് ഹ്യൂമർ. അത് ടോവിച്ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് എന്താ പറയുക. ടോവിച്ചേട്ടൻ പിന്നെ ആസ് എ ഫ്രണ്ട്, ആസ് ഡൊമിനിക്സ് ഫ്രണ്ട്, റിയലി വാണ്ടഡ് ദിസ് പടം ടു വർക്ക്. അപ്പം ഞാനിപ്പം ഡിക്കിയുടെ കാര്യം തന്നെ പറഞ്ഞ പോലെ ടോവിച്ചേട്ടൻ ദുബായിലുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യായിരുന്നു ഈ ടോവിച്ചേട്ടൻ ഈ ഡൊമിനിക്കിനോടുള്ള സ്നേഹവും ഒരു ഫ്രണ്ടിൻ്റെ സക്സീഡ് ആവാനായിട്ടുള്ളൊരു ത്വരയുണ്ടല്ലോ. അത് ശരിക്കും ടോവിച്ചേട്ടൻ, നിങ്ങൾ മക്കളെ ആരും ആഘോഷം നിർത്തില്ല, എല്ലാവരും ആഘോഷിച്ചോ. ഇതിപ്പം ഇത് വല്ലപ്പോഴും കിട്ടുന്നതാണ്, ഇപ്പം ആഘോഷിച്ചു. അപ്പം ഹി വാസ് വെരി ഹാപ്പി ആസ് എ ഫ്രണ്ട് ഡൊമിനിക്. ബിക്കോസ് തരംഗം അങ്ങനെ കമേഴ്ഷ്യലി അങ്ങനെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് തരംഗം. പക്ഷെ എന്നാലും കമേഴ്ഷ്യലി അങ്ങനെ വിചാരിച്ചത്രയും സെറ്റായില്ല. അപ്പം എനിക്കൊന്നും പക്ക ഒരു ഫ്രണ്ട് എന്താ ചെയ്യേണ്ടത്, ബി വിത്ത് യു ഡ്യൂറിങ് ദ ബാഡ് ടൈംസ് ഓൾസോ. ഐ തിങ്ക് ഡൊമിനിക് ഒരു ഡാർക്ക് ഫേസിൽ ടോവിച്ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ടോവിച്ചേട്ടൻ ഇനീഷ്യലി പറഞ്ഞിടാ ഞാൻ നസ്ലിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യടാ, അങ്ങനെ ഈ ഒരു ഐഡിയ നസ്ലിനൊക്കെ. അപ്പോൾ നസ്ലിൻ വാസ് ഗ്രോയിങ് ആസ് ഇൻ പ്രൈമറി ഇറങ്ങിയിട്ടില്ല, എന്നാലും നസ്ലിനൊരു നമുക്ക് ടാലൻ്റ് ഉണ്ട്, അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ടോവിച്ചേട്ടൻ അതിന് ഈ കാസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, വെറുതെ റാൻഡംലി പറഞ്ഞത്. ഹി ഓൾസോ വാണ്ടഡ് ഡൊമിനിക് ടു ഡു എ പടം. അപ്പം ഈ പടത്തിൻ്റെ ഭാഗമാണ് ടോവിച്ചേട്ടൻ ഇങ്ങനെ ഒരു പാർട്ടായി ഒരു കളക്റ്റീവ് സക്സസ്സിൽ വളരെ ഹാപ്പി. ഐ തിങ്ക് ഹി ഈസ് ഓൾസോ വെരി വെരി ഹാപ്പി. അല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ വിഷമമുള്ള ടൈം വരും, ഇതിനെ ഓവർകം ചെയ്യുന്നു ഈ സിനിമ കണ്ടുകൊണ്ട് തന്നെ. പിന്നെ ഇടയ്ക്ക് എന്താ കൂട്ടുകാരെ കാണുക, ഒന്ന് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യൽ സെറ്റിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ട്രിപ്പ് പോവുക, ഇതൊക്കെയുള്ളൂ. പിന്നെ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഡൊമിനിക്കും ശാന്തിബിയും ജിത്തു പുത്തിഞ്ചേരി, ആഷ്ലി, ഞങ്ങളൊക്കെയാണ്. ഇപ്പം എന്താ പറയുക, സിനിമ ചർച്ചകൾ
നമ്മൾ എത്ര കറക്കം പോയാലും തിരിച്ച് നമ്മൾ ഒരു സിനിമ ചെയ്യണം എന്നാണ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തണമല്ലോ. ഇത് തന്നെയായിരിക്കും. വേറൊന്നും പറയില്ല. അതായത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ എത്തണം. അപ്പയും പേരൻസ് അല്ല, അല്ലാതെ നമ്മൾ അടുത്ത് ചോറ് കഴിക്കണ്ടേ, അടുത്ത പരിപാടി പിടിക്കണ്ടേ. അതുകൊണ്ട് വീണ്ടും സിനിമ ചർച്ചയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ചർച്ചയിലുണ്ടായ പടമാണിത്. ഇനീഷ്യലി ഇത് ഭയങ്കര ചെറിയ പടമായിരുന്നു റാൽഫ്. എന്താ പറയുക, ഇൻഡിപെൻഡന്റ് സിനിമ പോലെ. അതെ അതെ അതെ. ഞാൻ പറഞ്ഞു 2020 ഒരു പടം നടക്കാതായി. അപ്പം അരഞ്ചേട്ടനും പെട്ട ഞാനും എനിക്ക് നമ്മൾ 4-5 പേരും ഒരു പടം അങ്ങ് ചെയ്താലോ, നമുക്ക് ശാന്തിബീനെയോ നമുക്ക് നടിയാക്കാം, നമുക്ക് കമോൺ, നമുക്ക് ഈ നമുക്കൊരു പടം ചെയ്യാം, നമുക്ക് പറ്റുന്ന രീതിയിൽ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാം, സ്റ്റാർ വാല്യുള്ള അങ്ങനെ തുടങ്ങിയതാണ് ഇനീഷ്യലി. പിന്നെ വലുതായി. ഇപ്പം നോക്ക് എവിടെ എത്തിയത്. ഇതിന്റെ സ്കെയിലും പോസ്റ്റ് റിലീസിലെ അതെ സ്കെയിലും. അതെ അതെ. അരഞ്ചേട്ടൻ പല ഇൻ്റർവ്യൂസിലും ചെറുതായിരുന്നു, പിന്നെ ബിക്കെയിം ബിഗ്. പിന്നെ സ്കോപ്പ് ഓഫ് ആഡിങ് മോർ ഫിക്ഷൻ, ലെജൻസ്, ക്യാരക്ടേഴ്സ് ലൈക്ക് ചാത്തൻ ആൻഡ് ഒടിയൻ കെയിം അപ്പ്. ഇനീഷ്യലി അതും ഇല്ലായിരുന്നു. അത് വേറൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി പുള്ളിയെ സജസ്റ്റ് ചെയ്യണത്. ഏതെങ്കിലും പോയിന്റിൽ ഉറപ്പായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലൊരു മിത്തിക്കൽ ബാക്ക്ഡ്രോപ്പ് ഉള്ള ഒരു ക്യാരക്ടർ ഈ യൂണിവേഴ്സിന്റെ പാർട്ടായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പ്രോസസ്സിലില്ലായിരുന്നു. ചന്തു ഒക്കെ ഇടയ്ക്ക് പറയും, അടുത്ത് നമ്മൾ 5 പാട്ട് കമോൺ, അവസരം മൂത്തവരുമായിട്ട് നമ്മൾ കട്ടക്കി പിടിച്ച് വെറുതെ കോമഡിക്കൊക്കെ പറയുമ്പോൾ അങ്ങനെ കമോൺ, നമ്മളിപ്പോൾ ഉള്ള രീതിയിൽ ഹാപ്പിയാണ്. പക്ഷേ 5 പാട്ടിലും ഭാഗമാകണം എന്ന് ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. അത് ദൈവമാണോ എന്താണെങ്കിലും നല്ലൊരു പ്രോമിനൻസ് ഉള്ള പരിപാടി ആയിരിക്കണം എന്ന് എനിക്കും ചന്തുവിനും നസ്ലിനും ആഗ്രഹമുണ്ട്. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ സിനിമ കരിയർ ഇപ്പൊ ഇരിക്കുന്ന പോലെ ഫ്രീ ടൈം കിട്ടാതെ ഭയങ്കര ബിസി ആയിട്ട് ഓടാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു.